Welcome to Mathematical Methods class, Mathematical Physics, class number 19 for MSc Physics, Equation of Continuity. Equation of Continuity. Mathematical Methods or Mathematical Physics, class number 19. So, Equation of Continuity in Classical Mechanics. ഈ ക്ലാസിക്കൽ മെക്കാനിക്സിലെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയാണ് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കാരണം ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഇവിടെ ഈ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ മാത്രമല്ല, അത് ക്വാണ്ടം മെക്കാനിക്സിലുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോ ഡൈനാമിക്സിലുണ്ട്. എല്ലായിടത്തും വ്യാപിച്ച് കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇക്വേഷനാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. നോട്ട് ഓൺലി ഇൻ ഫ്ലൂയിഡ് ഫ്ലോ, we can see the equation of continuity in electrodynamics and also in quantum mechanics probability theory. So here we see the equation of continuity in classical mechanics or in fluid mechanics. So what is the core concept? The equation of continuity is a mathematical statement of law of conservation of mass in the context of fluid flow. അതായത് ഇവിടെ ഈ ഫ്ലൂയിഡ് ഫ്ലോയിൽ ഈ മാസ് കൺസർവേഷൻ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇപ്പോൾ ഇലക്ട്രോ ഡൈനാമിക്സിലാണെങ്കിൽ ചാർജ് കൺസർവേഷനാണ് പറയുന്നത്. ഇവിടെ മാസ് കൺസർവേഷനാണ് നമ്മൾ ഈ ഫ്ലൂയിഡ് ഫ്ലോയിലേക്ക് പറയുക. ഇപ്പോൾ മാസ് കൺസർവേഷനെ കുറിച്ചുള്ള ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. It dictates that for a fluid flowing through a given region, the rate at which a mass enters the region must be equal to the rate at which mass leaves the region plus any accumulation of mass within the region. അപ്പോൾ ട്യൂബിനകത്തുകൂടി ലിക്വിഡ് പോവുകയാണെങ്കിൽ ഈ എൻ്ററിങ് ലിക്വിഡ് റേറ്റ് ഓഫ് എൻട്രി ഓഫ് ലിക്വിഡ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ലിക്വിഡ് ദാറ്റ് ലീവ്സ് ദി അതർ എൻഡ്. ഒരു ട്യൂബിനകത്ത് ലിക്വിഡ് പ്രവേശിക്കുകയാണെങ്കിൽ ആ അകത്തേക്ക് കയറുന്നത് തന്നെയാണ് അത്ര അളവേ പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു കണക്ക്. അതാണ് ഇവിടെ പറയുന്നത്. ഇനി ഇടയ്ക്ക് വല്ല അക്യുമുലേഷൻ ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്തായിരിക്കും പുറത്തേക്ക് പോകുന്നത്. അത് നമ്മളൊരു ഇക്വേഷൻ രൂപത്തിൽ പറയുകയാണ്. നിങ്ങൾ പ്ലസ് വൺ ക്ലാസ്സൊക്കെ പഠിച്ചിട്ടുണ്ട്. A1 V1 ഈസ് A2 V2. ഒരു ട്യൂബിൻ്റെ രണ്ട് അഗ്രങ്ങളുടെ ഏരിയ A1 A2 ആണെങ്കിൽ ഒന്നാമത്തെ അറ്റത്ത് ക്രോസ് സെക്ഷനിൽ ലിക്വിഡ് പ്രവേശിക്കുന്ന വെലോസിറ്റി V1 ആണെങ്കിൽ രണ്ടാമത്തിലൂടെ പോവുകയാണെന്നത് അവസാനം എൻഡിലൂടെ പോകുന്നത് V2 വെലോസിറ്റിയിലാണെങ്കിൽ A1 V1 ഈസ് A2 V2 പഠിച്ചിട്ടുള്ളതാണ്. ഇത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇനി ഇടയ്ക്ക് വെച്ച ലിക്വിഡ് ഡെൻസിറ്റി മാറുകയാണെങ്കിൽ നമ്മൾ റോ 1 A1 V1 ഈസ് റോ 2 A2 V2 എന്ന് കൊടുക്കേണ്ടി വരും. അങ്ങനെ ചെറിയ മാറ്റമുണ്ട്. അപ്പോൾ A1 V1 ഈസിക്കൽ A2 V2 അതാണ് ഇതിൻ്റെ സിമ്പിൾ വേർഷൻ. എയും വിയും വെലോസിറ്റികളാണ്. അതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയുടെ സിമ്പിൾ എക്സ്പ്ലേഷൻ. പക്ഷേ ഇവിടെ നമ്മൾ അതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൂടി പറയുകയാണ്. ഡെറിവേഷൻ. ദി ഇക്വേഷൻ ക്യാൻ ബി ഡിറൈവ്ഡ് ബൈ കൺസിഡറിങ് സ്മോൾ control volume in a fluid flow, the integral form, conceptual approach for a pipe. ഒരു പൈപ്പിനെ നമ്മൾ ഇതെങ്ങനെ അപ്ലൈ ചെയ്യും, അതിൻ്റെ ഇൻറ്റഗ്രേഷൻ ഫോം എന്താണ്? കൺസിഡർ എ ഫ്ലൂയിഡ് ഫ്ലോ ത്രൂ എ പൈപ്പ് ഓഫ് വേരിയിങ് ക്രോസ് സെക്ഷൻ ഏരിയയുടെ കാര്യം താഴെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മൾ സാധാരണ ബെർണോളിസ്റ്റൊക്കെ പഠിക്കുമ്പോൾ ഇത്തരത്തിൽ പടം വരയ്ക്കാറുണ്ട്. ഒരു ട്യൂബാണ്, വേരിയിങ് ക്രോസ് സെക്ഷനാണ്, ഇനീഷ്യൽ ക്രോസ് സെക്ഷൻ A1 ആണ്, ഫൈനൽ ക്രോസ് സെക്ഷൻ A2 ആണ്. എൻറ്ററിങ് വെലോസിറ്റി V1, ലീവിങ് വെലോസിറ്റി V2. അല്ലെങ്കിൽ അവിടെ ഒരു വോളിയം എടുക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ V1, അവസാനത്തെ വോളിയം ക്യാപിറ്റൽ V2. വെലോസിറ്റി ആണെങ്കിൽ സ്മോൾ V1 സ്മോൾ V2 എന്ന് കൊടുക്കും. ഒന്നാമത്തെ ഈ അറ്റത്ത് പിന്നെ ഒരു ഡിസ്റ്റൻസ് നമ്മൾ എടുക്കുകയാണ് ഡെൽറ്റ x1, മറ്റേ അറ്റത്ത് ഡിസ്റ്റൻസ് ഡെൽറ്റ x2 ആണ്. അപ്പോൾ വോളിയം എൻറ്ററിങ് V1 ഈസ് A1 ഡെൽറ്റ x1 എന്ന് പറയും. ഡെൽറ്റ x1 എന്ന് പറഞ്ഞാൽ സ്മോൾ V1 ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറയും. അതായത് വെലോസിറ്റി ഇൻറ്റു ടൈമാണ് ഡിസ്റ്റൻസ്. ഇപ്പോൾ വോളിയം A1 ഡെൽറ്റ x1 എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറയും. അപ്പോൾ അത്ര ഒരു കൺസെപ്റ്റാണ് ഇവിടെ കൊടുക്കുന്നത്. ലെറ്റ് A1 ആൻഡ് A2 ബി ദി ക്രോസ് സെക്ഷണൽ ഏരിയ അറ്റ് 2 ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ഓഫ് ദി പൈപ്പ്. ലെറ്റ് V1, ഇപ്പോൾ V1ഉം V2ഉം പടത്തിലില്ല, സ്മോൾ V1ഉം V2ഉം പടത്തിലില്ല. ഇവിടെ ക്യാപിറ്റൽ V1 ആണ്, വോളിയം കാണിച്ചിരിക്കുന്നത്. വോളിയം എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വെലോസിറ്റി ടൈമാണ്. അപ്പോൾ എന്താണ് വോളിയം V1? ദാറ്റ് ഈസ് A1 V1 ഡെൽറ്റ T1. ആ ഡെൽറ്റ ടി അങ്ങനെ പറയും. A1 V1 ഡെൽറ്റ ടി ആദ്യത്തത്, അവസാനത്തത് A2 V2 ഡെൽറ്റ ടി.
Let A1 and A2 be the cross-sectional area at two different points in the pipe. Let V1 and V2 be the average speeds, velocities of the fluid at these respective cross-sections. Let ρ1 ഡെൻസിറ്റിയോട് ചേർക്കട്ടോ ഡെൻസിറ്റി. ലെറ്റ് ρ1 ആൻഡ് ρ2 ബി ദി മാസ് കാണാനായിട്ട് വോളിയം ഇൻറ്റു ഡെൻസിറ്റിയാണ്. വോളിയം ഇൻറ്റു ഡെൻസിറ്റിയാണ് മാസ് എന്ന് ഓർക്കുക. ലെറ്റ് ρ1 ആൻഡ് ρ2 ബി ദി ഡെൻസിറ്റീസ് ഓഫ് ദി ഫ്ലൂയിഡ് അറ്റ് ദീസ് റെസ്പെക്റ്റീവ് ക്രോസ് സെക്ഷൻസ്. അതാണ് ടേംസ് അല്ല. ഇൻ എ സ്മോൾ ടൈം interval delta t mass entering the section 1 ആദ്യം ഇങ്ങേറ്റത്ത് delta m1 is equal to rho into വോളിയം, that is v1. എന്താണ് v1? a1 v1 delta t. v1 delta t എന്ന് പറഞ്ഞാൽ പഴത്തിൽ delta x1 ആണ് കേട്ടോ. delta x1 അത് ഇവിടെ എഴുതണ്ടായില്ല, delta x നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ρ1 a1 v1 delta t. ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് വോളിയം. ഡിസ്റ്റൻസ് v1 delta t ആണ്. അപ്പോൾ A1 V1 ഡെൽറ്റ ടി ഈസ് ക്യാപിറ്റൽ V1 വോളിയം. ഡെൻസിറ്റി ഗുണിക്കുമ്പോൾ വോളിയത്തെ ഗുണിക്കുമ്പോൾ മാസ്. അപ്പോൾ ഡെൽറ്റ M1 ഈസ് ρ1 A1 V1 ഡെൽറ്റ ടി. മാസ് ലീവിങ് ദ സെക്ഷൻ ഡെൽറ്റ M2. ഡെൻസിറ്റി ഇൻറ്റു വോളിയം. എന്താണ് വോളിയം? A2 ഇൻറ്റു ഡെൽറ്റ x2. എന്താണ് ഡെൽറ്റ x2? V2 ഡെൽറ്റ ടി. സോ ഡെൽറ്റ M2 ഈസ് ρ2 A2 V2 ഡെൽറ്റ ടി. ഈ സ്റ്റഡി ഫ്ലോ ഇപ്പോൾ എൻ്ററിങ് ലിക്വിഡിനെ ഫ്ലോയിങ് ലിക്വിഡ് ആകാൻ പറ്റുള്ളൂ, ഔട്ട് ഫ്ലോയിങ് ലിക്വിഡ് ആകാൻ പറ്റുള്ളൂ. അകത്തേക്ക് പ്രവേശിക്കുന്നതിന് മാത്രമല്ലേ പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ആ രീതിയിൽ വിചാരിക്കുമ്പോൾ എന്താണ് ഫോർ സ്റ്റഡി ഫ്ലോ വേർ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് അറ്റ് എ പോയിന്റ് ഡി നോട്ട് ചേഞ്ച്, ലിക്വിഡിൻ്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ വോളിയം ഒന്നും മാറുന്നില്ല എങ്കിൽ ഫോർ എ സ്റ്റഡി ഫ്ലോ വേർ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് അറ്റ് എ പോയിന്റ് ഡി നോട്ട് ചേഞ്ച് വിത്ത് ടൈം അത് നോ സോഴ്സ് ഓർ സിങ്സ്, പുതുതായിട്ട് ലിക്വിഡ് വരാൻ മാർഗ്ഗമില്ല അതിനകത്ത്. അത് നോ സോഴ്സസ് ഓർ സിങ്സ് ഓഫ് മാസ് വിത്തിൻ ദി പൈപ്പ്, ദ മാസ് എൻ്ററിങ് മസ്റ്റ് ഈക്വൽ ടു ദ മാസ് ലീവിങ്. ദാറ്റ് ഈസ് ഡെൽറ്റ M1 is delta M2. That is ρ1 A1 V1 delta T is ρ2 A2 V2 delta T. ρ1 A1 V1 delta T is ρ2 A2 V2 ഡെൽറ്റ ടി. ഇവിടെ ρ1ഉം ρ2ഉം നമ്മൾ ചേർക്കുന്നത് ഡെൻസിറ്റി മാറും എന്നുള്ള സങ്കല്പത്തിലാണ്. നോർമൽ കേസിൽ ഡെൻസിറ്റി മാറില്ല. അപ്പോൾ ρ1ഉം ρ2ഉം തുല്യമാണ്, വെട്ടിപ്പോകും. ഡിവൈഡിങ് ബൈ ഡെൽറ്റ ടി, ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ρ1 A1 V1 is ρ2 A2 V2. ഇത് ഇക്വേഷൻ കണ്ടിന്യൂറ്റിയാണ്. ദിസ് ക്യാൻ ബി ജനറലൈസ്ഡ്. ഇത് ജനറലായിട്ട് നമുക്ക് പറയാം. ദിസ് ക്യാൻ ബി ജനറലൈസ്ഡ് ഫോർ എനി ടു പോയിൻറ്റ്സ് ഫ്ലോ, ദാറ്റ് ഈസ് റോ എ വി കോൺസ്റ്റൻറ്റ്. അതിൽ തന്നെ റോ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എ വി കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ A1 V1 ഈസ് A2 V2. അതാണ് നമ്മൾ +1 ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത്. വേർ റോ ഫ്ലൂയിഡ് ഡെൻസിറ്റി എ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദി പൈപ്പ്, വി ആവറേജ് ഫ്ലൂയിഡ് സ്പീഡ് ഓർ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി. The product rho AAV is known as the mass flow rate. മാസ് ഫ്ലോ റേറ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്. മാസ് പെർ യൂണിറ്റ് ടൈം. അതിൽ യൂണിറ്റ് ഈസ് കിലോഗ്രാം പെർ സെക്കൻഡ്. ഇനി ഇതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്കൊന്ന് പറഞ്ഞേക്കാം. അപ്പോൾ A1 V1 is A2 V2, അല്ലെങ്കിൽ റോ എ വി ഈസ് കോൺസ്റ്റൻറ്റ്. ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഇൻ സിമ്പിൾ ലാംഗ്വേജ്. റോ ക്യാപിറ്റൽ എ വി, റോ മാറ്റിയാൽ എ വി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഇൻ സിമ്പിൾ ലാംഗ്വേജ്, ആൻഡ് ദാറ്റ് വി കൺവേർട്ടഡ് ഇൻ ടു ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം. എ മോർ ജനറൽ rigorous treatment. Consider differential control volume fixed in space. The rate of change of mass within the volume is equal to the net mass flow into the volume. അകത്തേക്ക് വരുന്ന ലിക്വിഡാണ് പുറത്തേക്ക് പോകുന്നത് ഒരു സെക്കൻഡിൽ. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ എഴുതുകയാണ്. ലെറ്റ് റോ, ഇറ്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് R and T, be the mass density of the fluid at a position R and at a time T, and let a vector V RT be the velocity of the fluid at a position R and time T. സിമ്പിളായിട്ട് ഓർത്താൽ മതി. ലെറ്റ് റോ ബി ദ ഡെൻസിറ്റി ആൻഡ് വി ബി ദ വെലോസിറ്റി. റോ ഈസ് എ ഫംഗ്ഷൻ ഓഫ് R and T, distance and time.
ആൻഡ് വി ഇസ് എ ഫംഗ്ഷൻ ഓഫ് ഡിസ്റ്റൻസ് ആൻഡ് ടൈം. അതായത് പൈപ്പിനകത്ത് ഡിസ്റ്റൻസും ടൈമും മാറുമ്പോൾ ഈ ഡിസ്റ്റൻസും ടൈം മാറുമ്പോൾ ഡെൻസിറ്റിയും വെലോസിറ്റിയും മാറുമെന്ന് സങ്കല്പിക്കുകയാണ്. The mass flow rate per unit area, mass flux, is given by rho v. Consider a small fixed volume V bounded by a closed surface S. Total mass inside V at a time t. Then the total mass inside at a time t, mass capital M. എന്ന് മാത്രം മതി, mt വേണമെന്നില്ല. അതായത് അറ്റ് എ ടൈം എന്നാണ് ഉദ്ദേശിക്കുന്നത്. M is equal to integral rho dV. Volume integral rho dV. അതായത് ഡെൻസിറ്റി into small volume is small mass. When we integrate, we get a total mass. The rate of change of mass inside V, അപ്പോൾ അതിനകത്ത് rate of change, time variation, d by dt is d by dt of integral, volume integral rho dV. Or we can interchange the integration and differentiation signs. We get integral V or dou rho by dou t dV. അങ്ങനെ എഴുതാം. നമുക്കിവിടെ ആ സൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാവും. ഡി ബൈ ഡി ടി മുന്നോട്ട് എഴുതാം, ഇൻ്റഗ്രേഷൻ സൈൻ പുറകോട്ട് എഴുതാം. അപ്പോൾ അങ്ങനെ എഴുതിയിരിക്കും. അതൊരു പ്രധാനപ്പെട്ട ഇക്വേഷനാണ്. നമ്പർ 1 എന്ന് ഇവിടെ മാർക്ക് ചെയ്യാം. ഈ ഡി എം ബൈ ഡി ടി മറ്റൊരു രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. നോക്കണം. The net mass outflow rate across the surface S is given by the surface integral of the mass flux. പുറത്തേക്ക് ഒഴുകുന്നതിൻ്റെ ഒരു ഇൻ്റഗ്രേഷൻ ഫോർമുല എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ റോ വി ഡി എസ് എന്ന് പറയും. അതായത് സർഫസിലൂടെ ഒരു സെക്കൻഡിൽ പുറത്തേക്ക് എഴുതുന്നത് റോ വി ഡി എസ് എന്നാണ്. ഇൻ്റഗ്രൽ റോ വി ഡി എസ് എന്ന് പറയും. ഇനി നമ്മളവിടെ വെക്ടർ കാൽക്കുലേഷനിലെ ഡൈവേർജൻസ് തിയറം കൊടുക്കുകയാണ്. ഗോസ് ഡൈവേർജൻസ് തിയറം. By the divergence theorem, this surface integral can be converted into volume integral in the form integral over S rho v ds. Rho v ds is equal to volume integral del dot rho v dv. ആദ്യം വി സ്മോൾ ലെറ്റർ ആണ്, രണ്ടാമത്തെ വി ക്യാപിറ്റൽ ലെറ്റർ ആണ്. വോളിയത്തിലേക്ക് അപ്പോൾ 2 വി വരുന്നുണ്ട്. സ്മോൾ വി വരുന്നുണ്ട്. സ്മോൾ വി വെലോസിറ്റിയാണ്, ക്യാപിറ്റൽ വി വോളിയാണ്. അപ്പോൾ ഇവിടെ സർഫസ് ഇൻ്റഗ്രലിനെ വോളിയം ഇതിലാക്കി മാറ്റിയിരിക്കുകയാണ്. വി ഹാവ് കൺവേർട്ടഡ് ദ സർഫസ് ഇൻ്റഗ്രൽ ഇൻടു വോളിയം ഇൻ്റഗ്രൽ യൂസിങ് ഗോസ് ഡൈവേർജൻസ് തിയറം. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് മാർക്ക് ചെയ്യാം. നമുക്ക് ആദ്യമുള്ളത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് മാർക്ക് ചെയ്യുക. ഇത് രണ്ടും വോളിയത്തിലേക്ക് മാറ്റി അതുകൊണ്ട് അത് രണ്ട് ഇക്വേറ്റ് ചെയ്യാം. കേട്ടോ. The principle of mass conservation states that the rate of decrease of mass within the volume equal to the net mass outflow rate. അപ്പോൾ ഇത് ഈ പുറത്തേക്ക് ഒഴുകി പോകുന്നത് നമുക്ക് മൈനസായിട്ട് എടുത്താൽ അകത്തേക്ക് വരുന്ന പ്ലസ്സായിട്ട് എടുക്കണം. ഇപ്പോൾ എന്താണ് പ്രോബ്ലം? വളരെ സിമ്പിളാണ്. ഒരു കുടം നിറച്ച് വെള്ളമുണ്ട്. ആ കുടത്തിന് ഒരു മൗത്തുണ്ട്. മൗത്തിൻ്റെ ഏരിയ ഡി എസ് അല്ലെങ്കിൽ എസ്. കുടം ചലിച്ചാൽ വെള്ളം പുറത്തേക്ക് പോകും. അപ്പോൾ ഇവിടെ ആ പുറത്തേക്ക് പോകുന്ന വെള്ളം ആ സർഫസിലൂടെ അതിൻ്റെ വായിലൂടെ മൗത്തിലൂടെ പുറത്തേക്ക് പോകുന്ന വെള്ളം പുറത്തേക്ക് പോകുമ്പോൾ അകത്തോളം വോളിയം കുറയും. അപ്പോൾ വോളിയം കുറയുന്നതിന് മൈനസായിട്ട് എഴുതും, പുറത്തേക്ക് പോകുന്നതിന് പ്ലസ്സായിട്ട് എഴുതും. അപ്പോൾ ആ രണ്ട് ടൈം ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഒന്നിന് മൈനസ് കൊടുക്കണം. ഒരു കുടം ചലിച്ച് വെള്ളം പുറത്തേക്ക് കളഞ്ഞാൽ അകത്തെ വെള്ളം കുറയും, ഡിക്രീസ് ഉണ്ടാകും. അത് കാണിക്കാൻ മൈനസ് സൈൻ. Therefore, integral v rho d rho by dou t into dv is equal to minus integral v rho v dv. നമുക്ക് രണ്ട് സൈഡിൽ ഇപ്പുറത്ത് കൊണ്ടുവരാം. രണ്ട് സൈഡിൽ കൊണ്ടുവരുമ്പോൾ വോളിയം ഇൻ്റഗ്രൽ റോ ഡി റോ ബൈ ഡി ടി പ്ലസ് ഡെൽ ഡോട്ട് റോ വി ഡി വി 0. ഇപ്പോൾ ഇൻ്റഗ്രൽ ഡി വി 0 ഇല്ലാത്തതുകൊണ്ട് ബ്രാക്കറ്റിനകത്തുള്ള ടൈം 0 ആകും. Since equation must hold for any arbitrary control volume V, the integral itself must be 0. Therefore, integrand ബ്രാക്കറ്റിനകത്തുള്ള ടൈം integrand എന്ന് പറയും, must be 0. Therefore, dou rho by dou t plus del dot rho v is equal to 0. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഡെൽ വെക്ടറാണെന്നറിയാം, വി വെക്ടറായിട്ട് കൊടുക്കണം.
ഡോറോവൈഡുറ്റി സ്കെയിലറാണ്. ദിസ് ഈസ് ദി ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഇക്വേഷൻ കണ്ടിന്യൂറ്റി. ഇതാണ് ഡിഫറൻഷ്യൽ ഫോം. അപ്പോൾ സിമ്പിൾ ഫോം ഈസ് എ വി ഈസ് എ കോൺസ്റ്റൻറ്റ് or rho AV is a constant, and the differential form is dou/dt plus del dot rho V is equal to 0. This is the equation of continuity. ഇതിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്, ഇതിൻ്റെ മീനിങ് എന്താണ്? The equation of continuity is a direct consequence of conservation of mass. മാസ് കൺസർവേഷൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് ഇത്. It explains why fluid speeds up ഈ നാരോ ഓർ സെക്ഷൻസ് ഇൻ എ പൈപ്പ്. ഒരു പൈപ്പിനകത്തൊരു വെള്ളം ഒഴുകുമ്പോൾ എന്തുകൊണ്ട് ഇടുങ്ങിയ ഭാഗത്ത് ഒഴുക്കിന് ശക്തി കൂടുന്നു എന്നുള്ളത് ഈ ഇക്വേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. വാട്ടർ ആക്സലേറ്റിംഗ് വെൻ ഇറ്റ് എക്സേർട്സ് ഹോസ് നോസിൽ. അതായത് ഒരു പൈപ്പിൽ വെള്ളം വന്നാൽ അതിൻ്റെ ഹോസിൻ്റെ നോസിൽ വളരെ ഡയമീറ്റർ കുറവാണ്. അവിടെ ശക്തമായ വെള്ളം പുറകോട്ട് പോകും. നമ്മൾ വെള്ളം പമ്പിക്കുമ്പോൾ നമ്മൾ നനയ്ക്കുമ്പോഴൊക്കെ കാണാമല്ലോ, ഹോസ് എൻഡ് ചെയ്യുന്നിടത്ത് ഒരു ചെറിയൊരു പൈപ്പ് വെക്കും. അപ്പോൾ അവിടെ വെള്ളം ഫോഴ്സിലാണ് മുന്നോട്ട് പോകുന്നത്. അതായത് ഏരിയ ക്രോസ് സെക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി കൂടുന്ന അർത്ഥം. ഇനി വാട്ടർ വൈഡർ സെക്ഷൻസ്, ഇപ്പോൾ ഈ നദി ഒഴുകുമ്പോൾ ഈ വൈഡറായിട്ടുള്ള ഭാഗത്ത് ഒഴുക്ക് കുറവാണ്. പക്ഷേ നാരോ ആകുമ്പോൾ അവിടെ ഒഴുക്ക് കൂടും. It highlights the inverse relationship between the cross-section area of the flow and the fluid velocity. വെലോസിറ്റിയും ക്രോസ് സെക്ഷൻ ഏരിയയും തമ്മിലുള്ള ഒരു റിലേഷനാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി കാണിക്കുന്നത്. അത് പ്രധാനമായും ഇൻകംപ്രസിബിൾ ലിക്വിഡാണ്. മോസ്റ്റ് ഓഫ് ദ ലിക്വിഡ്സ് ആർ ഇൻകംപ്രസിബിൾ. അതായത് ഇത് ഈ ചുരുങ്ങാത്ത ലിക്വിഡിനാണ് ഈ ഇക്വേഷൻ പറയുന്നത്. എന്തെങ്കിലും കാരണത്താൽ ലിക്വിഡ് ചുരുങ്ങിപ്പോയാൽ അല്ലെങ്കിൽ വികസിച്ചാൽ ഈ ഇക്വേഷന് വ്യത്യാസമുണ്ടാകും. അപ്പോൾ ഇൻകംപ്രസിബിൾ ലിക്വിഡിനാണ് നമ്മൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പ്രധാനമായിട്ടും പറയുന്നത്. ആപ്ലിക്കേഷൻസ്: ദ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഈസ് എ കോർണർസ്റ്റോൺ ഇൻ മെനി ഫീൽഡ്സ്. വിവിധ മേഖലയിൽ ഇത് ഒരു അടിസ്ഥാന ശിലയാണ്, മൂലക്കല്ലാണ്. ഫ്ലൂയിഡ് ഡൈനാമിക്സ് എവിടെയൊക്കെയാണെന്ന് നോക്കാം. ഫ്ലൂയിഡ് ഡൈനാമിക്സ് എസെൻഷ്യൽ ഫോർ അനലൈസിങ് ആൻഡ് ഡിസൈനിങ് പൈപ്സ്, channels, pumps, turbines, and aerodynamic systems. Hydraulics and pneumatics used in understanding the flow of liquids and gases in industrial systems. Meteorology and oceanography models atmospheric and oceanic currents. Biophysics application describes blood flow in the സർക്കുലേറ്ററി സിസ്റ്റം. ബ്ലഡ് വെസലിലെ ബ്ലഡ് ഫ്ലോ, അതിൻ്റെ കാര്യങ്ങൾ ഈ ഇക്വേഷൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. എൻവയൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് യൂസ്ഡ് ഇൻ സ്റ്റഡിയിങ് പൊള്യൂട്ടൻ്റ് ഡിസ്പേഴ്സൺ ഇൻ റിവേഴ്സ് ആൻഡ് എയർ. ഗ്രൗണ്ട് വാട്ടർ ഫ്ലോ മോഡൽസ് ദി മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ ത്രൂ പോറസ് മീഡിയ. അപ്പോൾ ഇതിൻ്റെ വിവിധ ക്വസ്റ്റ്യൻസാണ് ഇവിടെ പറയുന്നത്. ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നോക്കുക. Derive the integrable form of equation of continuity in as applied to a pipe. അപ്പോൾ അതിൻ്റെ ആ ഡിഫറൻഷ്യൽ ഫോം കണ്ടുപിടിക്കുക. ഇൻ്റഗ്രേഷൻ ഫോം ചെയ്തിട്ടാണ് ഡിഫറൻഷ്യൽ ആക്കുന്നത്. ഡിറൈവ് ദി ഡിഫറൻഷ്യൽ ഫോം. അപ്പോൾ ആദ്യം A1 B1 എന്നുള്ള കേസ്, അടുത്തത് ഡിഫറൻഷ്യൽ ഫോം, അതായത് ഡോറോ/dt ചെയ്ത് ഡിറൈവ് ദി ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അടുത്ത എക്സ്പ്ലെയിൻ ദി ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. നമ്പർ 4 മെൻഷൻ എ ഫ്യൂ ആപ്ലിക്കേഷൻസ് ഓഫ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. എവിടെയെല്ലാം ഈ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി വരും, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് ചെറിയ നോട്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ദറ്റ് ഈസ് ഓൾ വിത്ത് യുവർ 19th class on mathematical methods. We continue our topic. Thank you very much.